നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും അവരുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ 2026 നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയുവാൻ ജാതകം പരിശോധിച്ച് പ്രശ്നപരിഹാരങ്ങളും വഴിപാടുകളും നിർദ്ദേശിക്കുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. ദോഷപരിഹാരത്തിനായി അത്ഭുത ഫലപ്രാപ്തിയെ തരുന്ന യന്ത്രങ്ങളും തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. ധനത്തിനായി ധനലക്ഷ്മി യന്ത്രവും, ദാമ്പത്യവശത്തിനായി ബാണേശി യന്ത്രവും, സർവ ഐശ്വര്യത്തിനും ദോഷശാന്തിക്കുമായി മഹാസുദർശന യന്ത്രവും, ശത്രുദോഷത്തിന് ബഗിളാമുഖിയും, സർവജനവശ്യത്തിനായി അശ്വാരൂഢവും, നവഗ്രഹ ദോഷങ്ങൾക്ക് നവഗ്രഹ യന്ത്രവും തുടങ്ങി ഒരു മനുഷ്യ ജീവിതത്തിലെ സർവകാര്യ വിജയത്തിനായുള്ള സമസ്ത യന്ത്രങ്ങളും ഇവിടെ തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. മീനമാസത്തിലെ ഗ്രഹമാറ്റങ്ങളിൽ ധനയോഗം വന്നു നിറയുന്നു. 5 നക്ഷത്ര ജാതർക്ക് കൈ നിറയെ ധനമെത്തുകയായി. ഈ നക്ഷത്ര ജാതർക്ക് വെച്ചടി ധനക്കയറ്റം ഉണ്ടാകുവാൻ പോവുകയാണ്. മീനമാസത്തിൻ്റെ ആരംഭത്തോടു കൂടി ധനയോഗം തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഏപ്രിൽ 15 വരെയുള്ള സമയത്തിൽ ഈ ധനയോഗം നിലനിൽക്കും. ഏപ്രിൽ 1 മുതലുള്ള സമയത്ത് ധനയോഗത്തിൻ്റെ പൂർണ്ണ പ്രാപ്തിയിലെത്തിച്ചേരുകയാണ്. 1 മുതൽ ഏപ്രിൽ 15 വരെയുള്ള സമയങ്ങളിൽ 5 നക്ഷത്ര ജാതരിൽ കൈ നിറയെ ധനയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണം വന്നു ചേരാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ ചില മാറ്റങ്ങൾ ഓരോ നക്ഷത്രക്കാരിലും സംഭവിക്കാം. നവഗ്രഹങ്ങളിൽ ഏതൊക്കെ ഗ്രഹങ്ങൾക്കാണ് പ്രധാന മാറ്റങ്ങൾ സംഭവിക്കുന്നത്, ആരൊക്കെയാണ് ഇതിൻ്റെ ഫലമായി ഗുണമാകുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ശുക്രൻ്റെ മാറ്റമാണ് ആദ്യം സംഭവിക്കുന്നത്. മീനം 11 വരെ ശുക്രൻ മീനം രാശിയിൽ തുടരുന്നു. അതിനുശേഷമാണ് മേടത്തിലേക്ക് മാറുന്നത്. ബുധനാകട്ടെ മീനം 26 വരെ കുംഭത്തിലും പിന്നീട് മീനത്തിലേക്കും അതിൻ്റെ രാശി മാറ്റുന്നു. ചൊവ്വയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്ന മറ്റൊരു ഗ്രഹം. ചൊവ്വ മീനം 19 മീനം രാശിയിലേക്ക് അതിൻ്റെ സഞ്ചാരം വ്യാപിപ്പിക്കും. അതോടെ ചൊവ്വയുടെ മൗഢ്യത്തിന് അവസാനമാവുകയും ചെയ്യും. വ്യാഴം ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ നേർഗതി സഞ്ചാരം മീനത്തിൽ ആരംഭിക്കുന്നു. പിന്നീട് ശനി മീനം രാശിയിൽ തന്നെ തുടരുന്നു. മീനം 27 ശനി അതിൻ്റെ മൗഢ്യാവസ്ഥയിലേക്ക് മാറുന്നു. രാഹുവും കേതുവും കുംഭം രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത്രയും ഗ്രഹമാറ്റങ്ങളാണ് മീനമാസത്തിൽ സംഭവിക്കുന്നത്. ഇതുപ്രകാരം ആരൊക്കെയാണ് മീനത്തിൽ നേടുന്ന നക്ഷത്രക്കാരെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി അശ്വതി നക്ഷത്രക്കാരാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ഗ്രഹമാറ്റങ്ങൾ നിമിത്തം മീനമാസത്തിൽ പുതിയ തുടക്കങ്ങൾ വന്നു ചേരും. അതുമാത്രമല്ല, ജോലിയിൽ അനുകൂലമായ മാറ്റങ്ങൾ തേടിയെത്തും. ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പെട്ടെന്ന് പരിഹാരം കാണാൻ സാധിക്കുന്നു. വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സമയമാണ് വന്നു ചേരാൻ പോകുന്നത്. പുതിയ തുടക്കങ്ങൾക്ക് എന്തുകൊണ്ടും അനുകൂലമായ സമയമാണെന്നതിൽ ഒരു സംശയവും വേണ്ട. ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ കൈക്കുമ്പിളിൽ നേടി എത്തും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒരുമിക്കുന്ന സമയമാണ് എന്നതിലൊരു സംശയവും വേണ്ട. അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവിൽ ഈ ഗ്രഹമാറ്റം വലിയ സാമ്പത്തിക ഗുണമാണ് നൽകുവാൻ പോകുന്നത്. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക സ്ഥിതി മികച്ചതാണെന്നതിൽ ഒരു സംശയവും വേണ്ട. കുടുംബത്തിലെ സന്തോഷവും സമാധാനവും തേടിയെത്തുന്നു. ചെറിയ നിക്ഷേപങ്ങൾ പോലും ഭരണി നക്ഷത്രക്കാരിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്. കുടുംബത്തിൽ നിന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകും.
നിക്ഷേപങ്ങൾക്കെല്ലാം തന്നെ മികച്ച ഗുണങ്ങൾ വന്നു ചേരും. പല വിധത്തിലുള്ള ഗുണമാകുന്ന അനുഭവങ്ങളാണ് ഭരണി നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. ഈ സമയം വളരെ അനുകൂലമായി ധാരാളം സമ്പത്ത് കൈകളിലേക്ക് എത്തുന്ന സുവർണ നിമിഷങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. ഗ്രഹമാറ്റങ്ങൾ ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഐശ്വര്യദായകമായ മാറ്റങ്ങളാണ് വന്നു ചേരുന്നത്. അടുത്തത് പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും. ഗ്രഹമാറ്റങ്ങളിലൂടെ കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഏറെ വന്നു ചേരും. സ്വത്ത് സംബന്ധമായ മാറ്റങ്ങൾ പൂയം നക്ഷത്രജാതരെ സംബന്ധിച്ച് ഭാഗ്യദായകമായ അനുഭവത്തിലേക്കെത്തും. ജീവിതത്തിൽ ഗുണമാകുന്ന അനുഭവങ്ങൾ ധാരാളം വന്നു ചേരും. അതുകൂടാതെ ജീവിതത്തിലുണ്ടാകുന്ന നേട്ടങ്ങൾ നിങ്ങളിൽ അനുകൂല സാഹചര്യം ഉറപ്പുവരുത്തുമെന്നുള്ളതാണ്. വാഹനയോഗവും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കുടുംബ ജീവിതത്തിൽ ആഹ്ലാദദായകമായ അന്തരീക്ഷവും ഉണ്ടാകുമെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ, സാമ്പത്തിക ലാഭം എന്നിവ ഉണ്ടാകും. ഗ്രഹമാറ്റങ്ങളിലൂടെ വലിയ അനുഗ്രഹദായകമായ ജീവിത വ്യവസ്ഥയാണ് പൂയം നക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത്. അടുത്തത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് ഉയർച്ചയും ഉത്തരവാദിത്വങ്ങളും വർദ്ധിക്കുന്നു. സുഹൃത്തുക്കളുടെ സഹായം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ എളുപ്പത്തിലാകുന്ന ധനസാധ്യതയ്ക്ക് വഴി തുറക്കുന്നു. സാമ്പത്തിക നേട്ടങ്ങൾ, സന്തോഷവും സമാധാനവും അനിഴം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ധാരാളം വന്നു നിറയ്ക്കും. ബിസിനസ് സംബന്ധമായ മാറ്റങ്ങൾ നിങ്ങളിൽ അത്ഭുതകരമായ നേട്ടം കൊണ്ടുവരും. സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും അതുവഴി തൊഴിൽ സംബന്ധമായ പല മാറ്റങ്ങളും നിങ്ങൾക്കുണ്ടാകുന്നു. ജോലി അന്വേഷിക്കുന്നവർക്ക് എന്തുകൊണ്ടും അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. മാനസികാരോഗ്യം നിങ്ങളെ എപ്പോഴും പോസിറ്റീവ് ഊർജത്തിൽ തന്നെ നിലനിർത്തുമെന്നുള്ളതാണ്. ഗ്രഹമാറ്റങ്ങളിലൂടെ ഈ നക്ഷത്ര ജാതർക്ക് വളരെ ആഹ്ലാദദായകമാകുന്ന തരത്തിൽ സാമ്പത്തികമായിരിക്കുന്ന വരവ് ഉണ്ടാകും എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന സാഹചര്യമാണ്. അടുത്തത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാരുടെ ഭാഗ്യം ഇരട്ടിയാവുന്ന സമയമാണിത്. വിദേശത്ത് ബന്ധങ്ങളും യാത്രകളും തേടിയെത്തും. അതിനെല്ലാം ധാരാളം അവസരങ്ങളുണ്ടാകും. സാമ്പത്തിക പുരോഗതി നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും. ആത്മവിശ്വാസത്തോടെ എല്ലാ കാര്യത്തിലും ഇടപെടുന്നതിനും അതുവഴി നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിനും കഴിയും. ബിസിനസ് ആരംഭിക്കുന്നതിന് ഏറ്റവും മികച്ച സമയമാണിത്. നിങ്ങളെ വിജയത്തിലേക്ക് പൂർണ്ണമായി എത്തിക്കുമെന്നുള്ളതാണ്. ബിസിനസ് പരമായിരിക്കുന്ന നല്ല സമയമാണിപ്പോൾ. നിങ്ങളുടെ സാമ്പത്തിക ബാധ്യതകളെല്ലാം തന്നെ ഇല്ലാതാവുകയും ജീവിതത്തിൽ സന്തോഷവും സുഖവും മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും എന്നുള്ളതാണ്. ഗ്രഹമാറ്റങ്ങളിലൂടെ തീർച്ചയായിട്ടും രേവതി നക്ഷത്ര ജാതരായിരിക്കുന്ന ആളുകൾക്ക് ധാരാളം ധനം, ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് ധനം വന്നു ചേരുന്ന സമയമാണ്. വിദ്യാഭ്യാസപരമായും അതുപോലെ തന്നെ കർമ്മരംഗത്തിലെ വിജയത്തിൻ്റെ എല്ലാ നന്മകളും ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ തന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നേടി നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് തൊഴിൽ വന്നു ചേരുന്ന സമയമാണ്. വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സമയം വന്നു ചേർന്നിരിക്കുന്ന അവസ്ഥയാണിപ്പോൾ. ഈ 5 നക്ഷത്ര ജാതർക്കാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഭാഗ്യക്കുറി പോലെയുള്ള വമ്പൻ ഭാഗ്യങ്ങളൊക്കെ കൈക്കുമ്പിളിലേക്ക് വന്നു നിറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും നിറഞ്ഞ് നിലനിൽക്കുന്ന ഒരു നല്ല സമയമാണ് ഏപ്രിൽ 15 വരെയുള്ളത്. തീർച്ചയായും ഏപ്രിൽ 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള ഈ ധനയോഗത്തിൻ്റെ സുഖം അനുഭവിക്കുവാൻ കഴിയുന്ന 5 നക്ഷത്രക്കാരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈശ്വരൻ്റേതായിരിക്കുന്ന എല്ലാ അനുഗ്രഹത്തിനും സമയം കിട്ടുമ്പോഴൊക്കെ ക്ഷേത്ര സന്നിധിയിൽ പോകാനും നാമജപ കീർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കുവാനും ചെറുതെങ്കിലും വഴിപാടുകളൊക്കെ നടത്തി നമ്മൾക്കുള്ള അനുഗ്രഹത്തെ നേടിയെടുക്കുവാനും ശ്രമിക്കണമെന്നുള്ളതാണ് പറയാനുള്ളത്. തീർച്ചയായും എല്ലാ ഭാഗ്യങ്ങളും ഈ 5 നക്ഷത്രക്കാരിലും ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.